ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സ്ക്വിഡും ബ്രിഞ്ചോളും വെച്ചിട്ടൊരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ കോമ്പിനേഷൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് കൂന്തൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വൃത്തിയാക്കി ചെറിയ പീസസ്, അത്യാവശ്യം മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്തത് നമുക്ക് പ്രഷർ കുക്കറിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബ്രിഞ്ചോളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു വലിയൊരു പീസ് ബ്രിഞ്ചോൾ തന്നെയാണ് എടുത്തേക്കുന്നത്. അതിന് നമ്മൾ ഈ കാണുന്ന ഏകദേശം ഈ ഒരു പീസിൽ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യണം. കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്ക് രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ബ്രിഞ്ചോളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ക്വിഡും ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് പ്രഷർ കുക്കറിൽ നിന്നും ഇതൊരു പ്ലേറ്റിലേക്ക് ഓരോ പീസസ് ആയിട്ട് മാറ്റി വയ്ക്കാം. അത്യാവശ്യം ഒരു മീഡിയം പീസായിട്ടാണ് നമ്മൾ സ്ക്വിഡ് വേവിക്കുന്നതിന് മുന്നേ വെച്ചത്. വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മീഡിയം പീസസിനെ ഒന്ന് രണ്ടാക്കി എടുക്കാം. രണ്ടാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ചൂടായ എണ്ണയിലേക്ക് നന്നാക്കി വെച്ചിരുന്ന ഒരു 10-20 കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ഒന്ന് വഴറ്റി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റാം. അതിലേക്ക് നമുക്ക് ഒരു സവാള അരിഞ്ഞതും കൂടി ചേർത്ത് അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴറ്റി വന്നതിന് ശേഷം എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത ഒരു 2 പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 4-5 പീസ് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പീസ് പട്ട ഇട്ടാം. അതിലേക്കൊരു ചെറിയൊരു പീസ് ബേ ലീഫും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടുത്തത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡറും ആഡ് ചെയ്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴണ്ടി വന്ന ആ ഒരു മിക്സിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച കൂന്തലിൻ്റെ ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്ത് നമുക്കിതൊന്ന് ഗ്രേവി പോലെ ആക്കി ഇതൊന്ന് നന്നായിട്ട് കുക്കാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊരു ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്നും കൂടി യോജിപ്പിക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ടൊമാറ്റോ, ഒരു തക്കാളിയും കൂടി ഇട്ട് അതൊന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ചിരുന്ന നമ്മളെ സ്ക്വിഡിന് കൂടെ ഇട്ട് മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ലാസ്റ്റ് സ്റ്റേജാണ് നമ്മൾ മല്ലിയില ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കൂന്തൽ ബ്രിഞ്ചോൾ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നമ്മളിന്ന് രാത്രി ഡിന്നറിന് ബ്രെഡാണ് എടുത്തത്. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ ഒപ്പം നമ്മളത് ഈ ബ്രിഞ്ചോളിൻ്റെ ഒരു പീസും അതിലേക്ക് ഒരു പീസ് സ്ക്വിഡും കൂടി വെച്ച് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ രണ്ടിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങളിതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ, സീ യു.